മണിക്കൂറുകൾ കടന്നുപോയി. ഇടയ്ക്കിടെ ദൂരെ എവിടെയോ ഒരു നായ ഓരിയിടുന്ന ശബ്ദം കേട്ടതൊഴിച്ചാൽ അവിടം നിശബ്ദമായിരുന്നു. ആ വിജനമായ പ്രദേശത്ത് അയാൾ ഒഴികെ മറ്റാരും വന്നില്ല. ആരെങ്കിലും രാത്രി 8 മണിക്കൊക്കെ ഇന്റർവ്യൂ വയ്ക്കുമോ? അനൂപിന് ഈ സംശയം പത്രപരസ്യം കണ്ടപ്പോഴേ തോന്നിയിരുന്നു. പക്ഷെ തന്റെ അവസ്ഥ അത്രയും മോശമായതുകൊണ്ട് ആ അസാധാരണത്വം അയാൾ അവഗണിച്ചു. നിരാശയോടെ അനൂപ് സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്തു. അല്പം മുന്നോട്ടു പോയപ്പോൾ വഴിയരികിലൂടെ ഒരാൾ നടന്നു പോകുന്നത് അയാൾ കണ്ടു. ചേട്ടാ, ഈ സത്യദർശി ഡിറ്റക്റ്റീവ് ഏജൻസി ഇവിടെ തന്നെയാണോ? എന്താ കാര്യം? അനൂപിനെ നന്നായി നോക്കിയ ശേഷം അയാൾ ചോദിച്ചു. അയാളുടെ കണ്ണുകളിൽ ഒരുതരം ഭീതി നിഴലിച്ചിരുന്നത് അനൂപ് ശ്രദ്ധിച്ചു. ഇന്നൊരു ഇന്റർവ്യൂ ഉണ്ടെന്ന് കണ്ടിരുന്നു. അവിടെയാണെങ്കിൽ പൂട്ടിക്കിടക്കുന്ന കെട്ടിടമേ കാണാനുള്ളൂ. ഇന്റർവ്യൂവോ സത്യദർശിയിലോ? അയാൾ ഗൗരവത്തോടെ ചോദിച്ചു. അനൂപ് അതേ എന്ന് തലയാട്ടി. അവിടെ ഇന്റർവ്യൂ ഒന്നുമില്ല. സത്യദർശി കഴിഞ്ഞ 10 വർഷമായി അടച്ചിട്ടിരിക്കുകയാണ്. അനൂപിനെ തുറിച്ചു നോക്കിക്കൊണ്ട് വൃദ്ധൻ പറഞ്ഞു. അതെന്താ അടച്ചിട്ടിരിക്കുന്നത്? അനൂപ് സംശയത്തോടെ ചോദിച്ചു. ചുറ്റും നോക്കി ശബ്ദം കുറച്ചുകൊണ്ട് വൃദ്ധൻ പറഞ്ഞു. അവിടെ ഉണ്ടായിരുന്ന ഡിറ്റക്റ്റീവ് ആ ഓഫീസിനുള്ളിൽ തൂങ്ങി മരിച്ചു. ഒരു പെണ്ണുകേസ് കാരണം. അതിനുശേഷം ആരും ആ കെട്ടിടത്തിലേക്ക് പോകാറില്ല. അല്ല, പോകാൻ ധൈര്യപ്പെടാറില്ല. അതെന്താ? അനൂപ് ആകാംക്ഷയോടെ ചോദിച്ചു. ഇന്നും ആ മരിച്ച ഡിറ്റക്റ്റീവിനെ പലരും അവിടെ കണ്ടിട്ടുണ്ട്. അധിക നേരം ഇവിടെ നിന്ന് ചുറ്റിത്തിരിയാതെ വീട് പിടിക്കുന്നതാ നല്ലത്. അയാൾ വന്ന വഴിയെ തിടുക്കത്തിൽ നടന്നകന്നു. അനൂപിന്റെ ഹൃദയം ഇരട്ടി സ്പീഡിലിടിച്ചു. എങ്കിൽ ഞാൻ കണ്ട പത്രപരസ്യം, അത് ആരാണ് കൊടുത്തത്? നിരാശയും ആശയക്കുഴപ്പങ്ങളും മനസ്സിലേറ്റി അയാൾ സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്തു. വന്നതിലും വേഗത്തിൽ മടങ്ങി വീട്ടിലെത്തി. ക്ഷീണം കാരണം വേഗത്തിൽ ഉറങ്ങി. അടുത്ത ദിവസം രാവിലെ വീട്ടുവാതിൽ തുറന്നപ്പോൾ പടിയിൽ ഒരു കവർ തുറന്നതും അനൂപ് ഒന്ന് ഞെട്ടി. അതിൽ അപ്പോയിന്റ്മെന്റ് ലെറ്റർ ആയിരുന്നു. അയാൾ ഇന്നലെ ഇന്റർവ്യൂവിന് പോയ സത്യദർശി പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഏജൻസിയിൽ നിന്നുള്ള അപ്പോയിന്റ്മെന്റ് ലെറ്റർ. യു ഹാവ് ബീൻ സെലക്ടഡ്. അക്ഷരങ്ങൾ പഴയ ടൈപ്പ്റൈറ്ററിൽ അടിച്ചതുപോലെ ചില വാക്കുകൾ മങ്ങിയിരുന്നു. ഇതെന്ത് മറിമായം? വർഷങ്ങളായി അടച്ചുപൂട്ടിക്കിടക്കുന്ന ഏജൻസിയിൽ എങ്ങനെ ഒരാളെ ജോലിക്കെടുക്കും? കൂടെ ഒരു കേസ് ഫയലും. ചുവന്ന മഷി പോലെ പാടുകൾ പതിഞ്ഞ പഴക്കം ചെന്ന കവർ. മേൽഭാഗത്ത് ബോൾഡായി ഇങ്ങനെ എഴുതിയിരുന്നു. കേസ് നമ്പർ 21. അവൾ മടങ്ങി വന്നില്ല.